നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല കൊള്ള ഇനിയൊരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നതും ഇത് തന്നെയാണ്. ഇന്നലത്തോടുകൂടി മണ്ഡലമാസം അവസാനിച്ചു. ഇനി അങ്ങോട്ട് എല്ലാ കണ്ണുകളും SITയുടെ ഓരോ അന്വേഷണ റിപ്പോർട്ടിലാണ്. ഇന്ന് സന്നിധാനത്തും അതുപോലെ തന്നെ കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളുമായി ഏകദേശം 21 ഇടങ്ങളിലാണ് ഇന്ന് ED റെയ്ഡ് നടക്കുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള 3ാം കേസിലേക്ക്. ഇതിനുള്ള കാരണം കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വിഷയത്തിലും കേസെടുക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്തേക്കും. ഇതിൽ ആരെയൊക്കെ പ്രതിയാക്കണമെന്ന പരിശോധനകൾക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. ദ്വാരപാലക പാളികൾ കാണാതായതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണമാണിപ്പോൾ 3ാം കേസിലേക്ക് എത്തുന്നത്. കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണത്തിനാണ് പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. പുതിയ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ SIT സംഘം ഇത് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത് എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവാണ് ഇതിന് ആധാരം. ഉത്തരവിൽ കൊടിമരം ചിതലരിച്ചു തുടങ്ങിയെന്നും നശിച്ചു തുടങ്ങിയെന്നും പറയുന്നുണ്ട്. എന്നാൽ പുനഃപ്രതിഷ്ഠയ്ക്ക് മുമ്പ് കൊടിമരം തടിയിലായിരുന്നില്ല, മറിച്ച് കോൺക്രീറ്റിലായിരുന്നുവെന്നാണ് വിവരം. കോൺക്രീറ്റ് തൂണിന് പുറത്ത് സ്വർണം പൂശിയ നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കോൺക്രീറ്റ് എന്നാണ് സ്ഥാപിച്ചത്. കൊടിമരത്തിന്റെ പഴക്കം എന്നിവയെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിന്റെ പക്കൽ ഒരു രേഖയുമില്ല. ഇതാണ് SIT സംശയത്തിനിടയാക്കിയത്. കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത് 2014 മുതലാണ്. അതിനാൽ 2014 തൊട്ടുള്ള നടപടികൾ പരിശോധിക്കും. കോൺക്രീറ്റ് ചിതലരിച്ചു എന്നതു മുതൽ ഹൈദരാബാദിലെ സ്പോൺസറെ കണ്ടെത്തിയതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കും. പ്രാഥമിക പരിശോധനകൾ അടുത്ത് തന്നെ തുടങ്ങുമെന്നാണ് വിവരം. ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചാലുടൻ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേസിലും FIR രജിസ്റ്റർ ചെയ്യും. ആരെയൊക്കെ പ്രതികളാക്കണമെന്ന കാര്യം പിന്നീടാണ് തീരുമാനിക്കുക. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി മന്ത്രി V ശിവൻകുട്ടി ഇപ്പോൾ വരുന്നുണ്ട്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നും കുറ്റവാളികൾ ആരായാലും രക്ഷപ്പെടില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമലയിലെ തന്ത്രിയുടെ അറസ്റ്റ് കേരളത്തിലെ ജനങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്നായിരുന്നുവെന്നും സത്യസന്ധമായ അന്വേഷണം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് പൂർത്തിയാക്കി വരികയാണ്. BJP തന്ത്രിയെ പരസ്യമായി അനുകൂലിച്ച് രംഗത്ത് വരുന്നതും ജനങ്ങൾ കാണുന്നുണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കുറച്ചു ദിവസമായി കോൺഗ്രസിന്റെ പ്രസ്താവന ഒന്നും കാണാനില്ല. അവരുടെ പ്രതികരണങ്ങൾ സ്വിച്ചിട്ട പോലെ നിന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ചോദിച്ചിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം CBI ഏൽപ്പിക്കണം. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ SIT അവസരം ഒരുക്കുകയാണെന്നും V മുരളീധരൻ കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കടകംപള്ളിയുടെ വീട്ടിലേക്ക് BJP മാർച്ച് നടത്തി. കടകംപള്ളി സുരേന്ദ്രന്റെ കരിക്കകത്തെ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ BJP മാർച്ച് നടന്നിരിക്കുന്നത്. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ടു പോകാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്വർണ്ണക്കൊള്ളയിൽ പ്രമുഖർ ഉൾപ്പെടെ 5 പേർ കൂടി ഉടൻ അറസ്റ്റിലായേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരികയാണ്. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ 3 പേരും കട്ടിളപ്പാളി കേസിൽ 2 പേരുമാണ് അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലുള്ളത്. ദ്വാരപാലക ശില്പപാളികൾ 2025 വിറ്റതായി സൂചനയുണ്ട്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായി മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും 2 ബോർഡ് അംഗങ്ങളെയും ഉടൻ ചോദ്യം ചെയ്യും. ശബരിമല ശ്രീകോവിലിന്റെ പഴയ വാതിലിൽ നിന്നും സ്വർണം മോഷ്ടിച്ചതായും സംശയമുണ്ട്. സന്നിധാനത്തെത്തിയ SIT വാതിൽ പാളികളിൽ നിന്ന് ഇന്ന് സാമ്പിൾ ശേഖരിക്കും. സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടോ എന്നും പരിശോധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പ്രത്യേക സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. 2019ലെയും 2025ലെയും ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ശക്തമാക്കിയത്. സ്വർണ്ണപ്പാളികളുടെ വിശദ പരിശോധനയ്ക്കായി ഇന്നലെ വൈകിട്ടോടെ സന്നിധാനത്തെത്തിയ പ്രത്യേക സംഘം ഇന്ന് സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കും. ഹൈക്കോടതി ഇതിനായി പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളികളുടെ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാനാണ് പരിശോധന. വരും ദിവസങ്ങളിലെ VSSCയിലെ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മൊഴിയെടുക്കും. സ്വർണ്ണപ്പാളികൾ വിറ്റോ എന്നതിലും വ്യക്തത
വ്യക്തത വരുത്താനാണ് മൊഴിയെടുക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അപഹരിച്ച കേസിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റിലായി 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. കട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിലും പോറ്റി പ്രതിയായതിനാൽ ആദ്യം കേസിൽ ജാമ്യം കിട്ടിയാലും ജയിൽ മോചിതനാകില്ല. രണ്ടാം കേസിൽ 90 ദിവസം പൂർത്തിയാകാൻ 3 ആഴ്ച കൂടിയുണ്ട്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെ 1 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ അപേക്ഷയും കോടതി പരിഗണിച്ചു. ഇന്ന് ശ്രീകുമാറിനെ കോടതിയിൽ ഹാജരാക്കി SIT കസ്റ്റഡിയിൽ വിടും. ഏതായാലും ഇനി തെരഞ്ഞെടുപ്പ് അടുക്കാൻ കുറച്ച് മാസങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോൾ പല പാർട്ടികളും പ്രവർത്തനങ്ങളൊക്കെ തന്നെ വീണ്ടും സജീവമാകാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടെ ശബരിമല കൊള്ളയിൽ വളരെ ഗൗരവപൂർവ്വമുള്ള തിടുക്കത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ആഴ്ചകൾ തോറും ഹൈക്കോടതിക്ക് SIT റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാൽ തന്നെ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ പഴുതടച്ചിട്ടുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴും എന്തുകൊണ്ട് മന്ത്രി കടകംപള്ളിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ജാമ്യത്തിനായിട്ട് കോടതിയെ സമീപിക്കുന്നുണ്ട്. പക്ഷേ കോടതി ആ ജാമ്യാപേക്ഷയൊക്കെ തന്നെ തള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിലും ഇവരെ ഒന്നും തന്നെ പുറത്തിറങ്ങാൻ അർഹരല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളുന്നത്. ഇനി അടുത്തൊരു നിർണായകമെന്ന് പറയുന്നത് 3-ാം ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. കൂടാതെ മറ്റൊരു കാര്യം, 5 പേര് കൂടി, അത് ആരൊക്കെയാകും, ഏതൊക്കെ ഘട്ടത്തിൽ ായിരിക്കും അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഏതായാലും 5 പേർ കൂടി ഇപ്പോൾ SITയുടെ നിരീക്ഷണത്തിലാണ്. ആ 5 പേരെ ഉടൻ ചോദ്യം ചെയ്യാനും റിമാൻഡിലാക്കാനുള്ള സാധ്യതയുണ്ട്. പലരുടെയും പേരുകൾ സംശയാസ്പദമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഇന്ന് സ്ട്രോങ് റൂം തുറക്കുന്നുണ്ട്. അവിടെ കാണാതായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റിയിട്ടുള്ള പല ശബരിമലയിലുള്ള പല വസ്തുക്കളും അതിനുള്ളിൽ ഉണ്ടോ എന്നുള്ളത് കൂടി SIT ഇന്ന് കൃത്യത വരുത്തും. ഒപ്പം തന്നെ EDയുടെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഓരോ വീടുകളിൽ നിന്നും പല ആളുകളുടെ 21 ഇടങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്തൊക്കെ രേഖകൾ പിടിച്ചെടുത്തു, സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ സ്വർണം കട്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായിട്ടുള്ള രേഖകൾ ഈ 21 ഇടങ്ങളിൽ നിന്ന് ആരുടെയെങ്കിലും വീട്ടിൽ നിന്നോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതടക്കം ഇനി ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും റെയ്ഡ് കഴിയുന്നതോടുകൂടി തന്നെ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. you